നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ടെൻഷൻ ആകാതിരിക്കച്ചമ്മ. എന്തായാലും സുന്ദരി ഇങ്ങോട്ടല്ലേ വരുന്നത്, നമുക്ക് നോക്കാം. മാലിന്യമോളെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നമ്മളായിട്ട് ശരത്തിന്റെ കാര്യം ഒരക്ഷരം മിണ്ടി പോരുത്. സുന്ദരി ഇങ്ങോട്ട് എന്തെങ്കിലും പറയൂ ഇല്ലെന്ന് നോക്കാം. ബിന്ദേട്ടാ കേട്ടല്ലോ, വെറുതെ ചെന്ന് സുന്ദരി നീ അവിടെ ശരത്തിനെ കാണാൻ പോയതാണെന്ന് ചോദിച്ചേക്കരുത്. വെറുതെ ഞങ്ങളുടെ പ്ലാനിങ് കുളവാകും. ചേടാ, നിങ്ങളുടെ പറച്ചിൽ കേട്ടാ തോന്നും ഈ ശരചന്ദ്രനും സുന്ദരിയും തമ്മിൽ അടുക്കുന്നതിൽ എനിക്കെന്തോ വിരോധമുണ്ടെന്ന്. അങ്ങനല്ല പറഞ്ഞത്. എഴുതാപ്പുറം വായിക്കല്ലേ, ഇതൊരു പരീക്ഷണം. കറക്റ്റ്. അതായത് സുന്ദരി നമ്മുടെ അരികിലേക്ക് വരികയും ഞാൻ ശരചന്ദ്രനെ കാണാൻ പോയിരുന്നത് തുറന്ന് പറയുകയും ചെയ്ത നമ്മുടെ എല്ലാ ഊഹവും തെറ്റ. അതല്ല, സുന്ദരി വരികയും നമ്മളോട് ശരചന്ദ്രന്റെ കാര്യം ഒരക്ഷരം പോലും മിണ്ടാതെ അകത്തേക്ക് പോവുകയും ചെയ്ത നമ്മുടെ ഊഹങ്ങൾ ശരിയാണ്. എന്നുവെച്ചാ ഇത്രേ ഉള്ളൂ. നമ്മളോട് എന്തോ മറയ്ക്കുന്നുണ്ട് ചേച്ചി. നമ്മളോട് മറയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മളോടത് പറയില്ല, ശരിയല്ലേ? അല്ല, നിങ്ങളുടെ സത്യാന്വേഷണ പരീക്ഷണം വല്ലതും സുന്ദരി അറിഞ്ഞ മിക്കവാറും നിന്നെ അച്ഛമ്മ ഇവിടെ നിന്ന് പറക്കി കെട്ടിക്കും. ഓ, ഇതെന്താ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്ന പോലെ? സ്പെഷ്യൽ വല്ലതും ഉണ്ടാക്കിയോ ഇന്ന്? എന്ത് സ്പെഷ്യല്? ഒന്നുമില്ല, ഞങ്ങളതിന് പുറത്തെങ്ങും പോയില്ലല്ലോ. വീട്ടില് സ്പെഷ്യൽ ഉണ്ടാക്കുന്നതിന് പുറത്തു പോണോ? ഈ അച്ഛമ്മ ഇതെന്തൊക്കെയാ പറയുന്നത്? അതല്ല അച്ഛൻ ഉദ്ദേശിച്ചത്, വേറെയാ. എന്തെങ്കിലും വിശേഷോ അതിഥികള് വരികയോ നമ്മള് പുതുതായിട്ട് ആരെങ്കിലും കാണുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ പായസവും മറ്റും ഉണ്ടാക്കുന്നത്. പായസത്തിന്റെ കാര്യം അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ. പായസമൊക്കെ സാധാരണ കല്യാണത്തിനല്ലേ ഉണ്ടാക്കുന്നത്. ഈ കല്യാണം എന്ന് പറഞ്ഞാ എന്താ? ഒരു പെണ്ണിന് ഒരാണിനെ കണ്ടിഷ്ടപ്പെടണം, എന്നാലല്ലേ കല്യാണം നടത്താൻ പറ്റൂ. അച്ഛമ്മ പറഞ്ഞത് ശരിയാ. ഇപ്പൊ പഴയ കാലം അല്ലല്ലോ. പെണ്ണ് കാണലല്ല, ആണ് കാണലല്ലേ. നമ്മൾ ആണുങ്ങളെയാണ് പെണ്ണ് പോയി കാണുന്നത്. അതിന് തെറ്റുമല്ലോ ഉണ്ടോ? എന്താ തെറ്റ്? നല്ല കാര്യമല്ലേ, ഉള്ളത് പറയാലോ. എനിക്കൊരുപാട് ഇഷ്ടമാണ്. എന്തുണ്ടേലും നമുക്ക് തുറന്ന് പറയണം. പറഞ്ഞാ മതി, നമുക്കത് മുന്നോട്ട് കൊണ്ടുപോവാ. എന്താടാ വിനീത്? മിക്കവാറും ഇനി ഇത് ഒരിഞ്ച് മുന്നോട്ട് പോകുന്നു തോന്നുന്നില്ല. ഒരടിക്കുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എല്ലാവർക്കും ഒരുമിച്ച് വട്ടുപിടിച്ചോ? ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. അമ്മുട്ടി, ദേ ഇത് കണ്ടോ? പി.ടി. മാഷ് എനിക്ക് വാങ്ങിച്ചു ചെസ് ബോർഡാ. ആഹാ, കൊള്ളാലോ. പി.ടി. മാസ്റ്റർ ചെസ് ബോർഡൊക്കെ വാങ്ങിക്കൊണ്ടു തന്നോ? മോളോട് വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞോ? ഇത് പിന്നെ ഇത് സ്കൂളിന്റെ അല്ല, എന്റെയാ. എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നതാ. കളിക്കാനൊക്കെ പഠിപ്പിച്ചു തന്നു. അമ്മുട്ടി വാ, നമുക്ക് കളിക്കാം. അയ്യോ, എനിക്ക് ചെസ് കളിക്കാൻ അറിഞ്ഞൂടല്ലോ മോളെ. ചെസ് കളിക്കാൻ അറിഞ്ഞൂടെ? അതിന് കുഴപ്പമൊന്നുമില്ല. മാഷ് പഠിപ്പിച്ചത് തന്നെ ഞാൻ അമ്മൂട്ടിക്ക് പഠിപ്പിച്ചു തരാം. എന്താ പോരെ? അതെ, അമ്മൂട്ടി യാത്രയൊക്കെ ചെയ്ത് പിന്നെ ഡ്രൈവ് ചെയ്ത് ഒരാളെ കാണാൻ പോയി. ഭയങ്കര ക്ഷീണം. ആരെയാടി മോളെ നീ കാണാൻ പോയത്? വാ അമ്മൂട്ടി. മോള് തൽക്കാലം ഇതും കൊണ്ട് അവിടെ പോയിരിക്കെ. അമ്മൂട്ടി ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ.
ചെറിയൊരു തലവേദന അച്ഛമ്മ. എനിക്കൊരു ചായ ഇട്ട് തരുമോ? സ്ട്രോങ് ആയിട്ട്. പിന്നെന്താ, 1 2 3 എത്ര ചായ വേണമെങ്കിലും ഇട്ട് തരാം. പറഞ്ഞാ പോരെ. വാ എനിക്ക് വാ. ശരി. ഞാനിപ്പോ വരാവേ. എത്ര വേണമെങ്കിലും ചായ തരും. പക്ഷെ നീ എന്നോട് പറയണം. എന്താ? ഒന്നുമില്ല. വാ മാലിനി, നമുക്ക് ചായ ഉണ്ടാക്കാം. വാ. ഇങ്ങോട്ട് വന്നേ. അച്ഛമ്മേ, വാ. എന്തിനാ പിടിച്ചു വലിച്ചോണ്ട് വന്നേ? ചായ ഇടാനാണെങ്കിൽ അച്ഛമ്മയ്ക്ക് അങ്ങ് ഇട്ടാ പോരെ. അതിലൊന്നും അല്ലടി കൊച്ചെ. നീ ശ്രദ്ധിച്ചായിരുന്നോ? അവള് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ആര് പറഞ്ഞു? ചേച്ചിയല്ലേ ചായയുടെ അച്ഛമ്മയോട് പറഞ്ഞേ? ദേ, സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കുമ്പോ തമാശക്കല്ലേ. അവള് ശരത്തിനെ കാണാൻ പോയി. ശരത്തിനെ കാണാൻ പോയതാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് ചോദ്യം. ഉറപ്പായും അത് ചേച്ചിക്ക് പറയായിരുന്നു. പറയാമായിരുന്നോ അല്ലയോ എന്നല്ല ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട് പറഞ്ഞില്ല? എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചോദിച്ചാ അതിലിപ്പോ ഉത്തരം ഞാനെങ്ങനെ പറയാനാ? ശരി, ഞാനൊരു ഉദാഹരണം പറയാം. നീ സ്കൂളിൽ പഠിക്കുന്ന സമയം സ്കൂളിൽ വെച്ചൊരു കള്ളത്തരം കാണിച്ചു. അത് നീ വീട്ടിൽ വന്ന് പറയൂ. എന്നിട്ട് വേണം അച്ഛൻ്റെ നടിയിട്ട്. അത് പോട്ടെ, വേറൊരു ഉദാഹരണം പറയാം. ആ മൈക്ക് സെറ്റ് അജു നിനക്കൊരു പ്രേമലേഖനം തന്നിട്ട് നീ ആരോടെങ്കിലും പറഞ്ഞു? ദേ അച്ഛമ്മേ, വെറുതെ പഴയ കാര്യമൊന്നും കുത്തിപ്പൊക്കിക്കൊണ്ടുവരല്ലേ. കുടുംബം കലക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. അതെ, അജുവിന്റെ കാര്യത്തിൽ കുടുംബകലകം ഉണ്ടാക്കാനൊന്നുമില്ല. അതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാ. പക്ഷെ അജുവിന് ഇവനോട് പ്രണയം തോന്നിയെന്ന് പറയുന്നത് പോലെയാണോ ശരത് സാറിന്റെയും സുന്ദരിയുടെയും കാര്യം? ഇവരുടെ നിലവാരത്തിലാണോ അവരെയും കാണുന്ന അച്ഛമ്മ? ഓ പിന്നെ, നിലവാരത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഈ ഇഷ്ടത്തിനും പ്രണയത്തിനും സ്നേഹത്തിനുമേ നിലവാരമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ എന്നെ ആരൊക്കെ ഇഷ്ടപ്പെട്ടതാ? ആരോടും തോന്നാത്തൊരു പ്രേമം എനിക്ക് നിങ്ങളോട് അങ്ങ് തോന്നി. അത് ശരി, തിരിച്ചു കുത്തുകയാണല്ലേ? ദേ, നിങ്ങള് വിഷയം മാറ്റിക്കൊണ്ട് പോവല്ലേ. നിങ്ങളുടെ അടി പിന്നെയാവും. ഇപ്പൊ ഇതിനകത്തൊരു തീരുമാനം പറ. എന്റെ അച്ഛമ്മ, ഇതിനകത്ത് തീരുമാനിക്കാനൊന്നുമില്ല. സുന്ദരിയുടെ മനസ്സിലോ ശരത് സാറിന്റെ മനസ്സിലോ യാതൊരുവിധ വേണ്ടാത്ത ഒരു ചിന്തയും കാണില്ല. ദേ, വേണ്ടാത്ത ചിന്തയാണെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? അപ്പൊ വേണ്ടാത്ത ചിന്ത അല്ലേ? എടാ ചെറുക്ക, ദേ, ഞാൻ വല്ലതൊക്കെ വിളിച്ചു പറയേ. എങ്ങനെയെങ്കിലും ആ പിള്ളേരുടെ മനസ്സിലൊന്ന് തോന്നണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേ. അപ്പോഴാ അവന്റെ ഒരു വേണ്ടാത്ത ചിന്ത പോലും. എനിക്ക് എങ്ങനെയെങ്കിലും സുന്ദരിയുടെ കല്യാണം നടത്തണം. നിങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ അടുക്കളയിൽ നിന്ന് പരദൂഷണം പറഞ്ഞതുകൊണ്ട് സുന്ദരിയുടെ കല്യാണം നടക്കില്ല. അതിന് അതിൻ്റെതായ രീതിയിൽ സുന്ദരിയോട് സംസാരിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് ഏതെങ്കിലും മാട്രിമോണിയലിലൊക്കെ കൊടുത്തു വേണം വിവാഹാലോചന നടത്താൻ, കേട്ടോ? എടാ, അതിന്റെ ഒരാവശ്യമില്ലടാ വിനീതേ. ദേ, നീ നോക്കിക്കും, ഇത് സെറ്റാവും. അല്ലെങ്കിലേ ഈ ഈശ്വരി അമ്മ സെറ്റാക്കിയിരിക്കും. എന്റെ പ്രാർത്ഥന ചാമുണ്ടേശ്വരി കേൾക്കും. അവര് പരസ്പരം ഒന്ന് ഇഷ്ടപ്പെട്ട് കിട്ടിയ ബാക്കി കാര്യം ഞാൻ ഏറ്റു. എന്റെ ഭഗവതി, എന്റെ പ്രാർത്ഥന കൈവിടല്ലേ. മതി. മോനെ, കുറച്ച് കറി കൂടെ ഒഴിക്കട്ടെ? ഇതിന് ഭയങ്കര എരിയാ, എനിക്ക് വേണ്ട. ആ, അത്യാവശ്യം എരിയൊക്കെ കുറച്ച് ശീലിക്കണം, എന്നാലേ വയറിന് അസുഖം വരാതിരിക്കൂ. ഒരുപാട് എരിവ് കഴിക്കാതിരിക്കുന്നത് നല്ലതമ്മേ. എരിവ് കൂടിയാലും അസുഖം വരും. കേട്ടല്ലോ, ഇനി എരി കുറച്ച് കറികൾ ഉണ്ടാക്കണം. ഉത്തരവേ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഒരു സഹായത്തിന് സെർവന്റ് പോലും ഇല്ലാതെയാ ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത്.